ഞാൻ പറയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് കളിച്ച് വളർന്നു, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു, അമേരിക്കയിൽ പോയി അവിടെ പഠിച്ചു. ക്രിക്കറ്റ് ആ ഭ്രാന്ത് എനിക്ക് ഇതുവരെ വിട്ടിട്ടില്ല കേട്ടോ. അത് ഹോപ്പ്ഫുള്ളി നിങ്ങൾക്കും നിങ്ങളുടെ ഫ്യൂച്ചറിൽ അതെല്ലാം വരട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് ബെസ്റ്റ് വിഷസ് പറഞ്ഞ് നിർത്തുകയാണ്. പക്ഷേ ഒരു കാര്യം ഓർമ്മിക്കണം, നമ്മൾ ഇവിടെ വരുമ്പം ഈ സമയം നമ്മൾ യൂസ് ചെയ്യണം. ഇവിടെ വരുമ്പോൾ നമ്മൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടന്നിട്ട് കാര്യമില്ല. നമ്മളിവിടെ വരുന്നത് എന്തിനാണ്? കളിക്കാൻ വേണ്ടിയും ക്ലബിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ സ്വന്തമായിട്ടുള്ള ക്യാരക്ടറും നിങ്ങൾ സ്വന്തമായിട്ട് ആ ടീം വർക്കും ഈ ക്ലബിന് നിങ്ങൾ അസോസിയേറ്റഡ് ആയിരിക്കുന്നതുകൊണ്ട് നിങ്ങളത് ഒരിക്കലും മറക്കരുത്. ക്വിക്കീസിൻ്റെ പിള്ളേർ വെളിയിൽ പോയാലും പറയണം എല്ലാവരും, ഇത് ക്വിക്കീസിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്, ഡിസിപ്ലിൻ കണ്ടോ, ടീം വർക്ക് കണ്ടോ, കളിയുടെ ആ ഒരു ഡെഡിക്കേഷൻ കണ്ടോ, അത് ഒരിക്കലും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ കാലത്തെ എന്നും എണീറ്റ് വന്ന് പ്രാക്ടീസ്, കാലത്തും വൈകിട്ടും എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത് ഒരിക്കലും വേസ്റ്റ് ആവില്ല കേട്ടോ. കൊച്ചു കൊച്ചു നിങ്ങളുണ്ടല്ലോ, ഓർമ്മിക്കണതല്ല കേട്ടോ. അപ്പം കളിക്കാൻ വരുമ്പം ഫുൾ ഡെഡിക്കേഷൻ ആയിരിക്കണം, ഫുൾ ഡെഡിക്കേഷൻ കേട്ടോ കേട്ടോ. എവിടെ കൈ കാണിക്കേ? ആണല്ലോ, എല്ലാവരും റെഡിയാണല്ലോ. ബാക്കിൽ പോണ കയ്യിൽ നോക്കി ദേവനാരായണ അതെ പയ്യെ ചെയ്താൽ പോണ കയ്യിൽ നോക്ക്, കറക്കെ പോണ കയ്യിൽ നോക്ക്, ആ കയ്യിൽ നോക്ക്, ബാക്കിൽ പോണ കയ്യിൽ നോക്ക്. ആദ്യം അങ്ങനെയല്ല, അങ്ങനെ കാല് മുട്ട് മടക്കാതെയാണ് ചെയ്യേണ്ടത് കേട്ടോ. മുട്ട് മടക്കാതെയാണ് ചെയ്യേണ്ടത് കണ്ടോ. അത് വളരെ സ്ലോ ആയിട്ട് ചെയ്യണം, സ്ലോ ആയിട്ട് ചെയ്യണം. അല്ല ചുമ്മാ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബെനിഫിറ്റ് കിട്ടില്ല അല്ലേ. ഈ സ്ട്രെച്ച് ചെയ്യണം, ഈ ഹാംസ്ട്രിങ് ആണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യണം അല്ലേ. ഇവിടത്തേതും സ്ലോ ആയിട്ട് ചെയ്യണം. അവ ഇരിക്കും പോലെ ഇരിക്കണം. അവ ഇത്രയെങ്കിലും ഇരുന്നില്ലേ? ഈ നേരം അത് കറക്റ്റായിട്ട് സ്പെൻഡ് ചെയ്യണം കേട്ടോ. സ്ട്രെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാ ഹിപ്സ് ലൂസൺ ചെയ്യും. നല്ല റേഞ്ച് ഓഫ് മോഷൻ കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ കാലും കൈയെല്ലാം നമ്മൾ ഇഞ്ചുറി അല്ലേ. ഇവിടെ ദേവനാരായണൻ മൂവ് ചെയ്യുന്ന രണ്ട് ടൈപ്പാണ്. വെളിയിലോട്ടും അല്ലേ. ഇത് രണ്ടാണ് മൂവ്മെന്റ്. അതിനൊന്ന് പറയും ഡോഗ് സ്വിംഗ് പറയും, ഒന്നിന് പിന്നെ പറയുന്നത് ചെയിൻ സ്വിംഗ്. ഇത് ഇങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ അതായത് ഗ്രിപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻസ്. എന്താണ് ഈ ഗ്രിപ്പിന്റെ പൊസിഷൻ അല്ലേ. നേരെ വെച്ച് കഴിഞ്ഞാൽ ബോൾ മൂവ് ചെയ്യും. ചിലപ്പോ അത് ഡയറക്ഷൻ അല്ലേ, ടീമിന്റെ ഡയറക്ഷൻ അനുസരിച്ചാണ്. സ്പിന്നേഴ്സ് ആയാലും ഫാസ്റ്റ് ബോളേഴ്സ് ആയാലും ബോൾ മൂവ് ചെയ്യും അല്ലേ. ഫാസ്റ്റ് സ്പിന്നർ ആകുമ്പോ പന്ത് എങ്ങനെ പോകും? ഓഫ് പിച്ച് ചെയ്ത് എങ്ങോട്ട് പോകും? ലെഗിലോട്ട് പോകും. ലെഗ് സ്പിന്നർ ആണെങ്കിലോ ലെഗിൽ പിച്ച് ചെയ്ത് ഓഫിലോട്ട് പോകും. ഒരു ഫാസ്റ്റ് ബോളർ ലെഗിൽ പിച്ച് ചെയ്ത് അല്ലെങ്കിൽ മിഡിൽ സ്റ്റംപിൽ പിച്ച് ചെയ്ത് ഓഫ് സ്റ്റംപിലോട്ട് പോകും. അതിനെന്താ പറയുന്നത്? ഔട്ട് സ്വിംഗ്. ഔട്ട് സ്വിംഗ്. ഒരു ബോൾ മിഡിൽ സ്റ്റംപിലോ അല്ലെങ്കിൽ ലെഗ് സ്റ്റംപിലോ പിച്ച് ചെയ്ത് സ്ലിപ്പിന്റെ ഡയറക്ഷനിൽ പോകുന്നതിന് എന്താ പറയുന്നത്? ഔട്ട് സ്വിംഗ്. അതേസമയം ബോള് ഓഫ് സ്റ്റംപിൽ പിച്ച് ചെയ്ത് ലെഗ് സ്റ്റംപിലോട്ട് പോവാണെങ്കിലോ ഇൻ സ്വിംഗ്. അപ്പൊ ഈ സീമിന് ഭയങ്കര ഇമ്പോർട്ടൻസ്. സീമും നിങ്ങൾ പന്ത് പിടിക്കുന്ന പൊസിഷനും ഇത് വളരെ ക്ലിയർ ആയിരിക്കണം. നിങ്ങൾ പന്ത് ഇങ്ങനെയൊന്നും പിടിക്കരുത്. ഈ ഫിംഗേഴ്സ് ഹെഡ് സ്റ്റഡി, പിന്നെ
താഴെ. ഇത് നിങ്ങള് ഒരു 1000 തവണ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇവിടെ നിന്ന് പോയാലും വീട്ടിൽ പോയിട്ട് ബാറ്റിംഗ് കേട്ടോ. Then കേട്ടോ, ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ ബാറ്റിംഗ്? ഇനിയും പഠിക്കാനുണ്ട്. പക്ഷെ പഠിക്കണമെങ്കിൽ ഇത് ക്ലിയർ ചെയ്യാതെ പഠിക്കാൻ പറ്റും. ഇനി സ്റ്റെപ്പ് ഔട്ട് ആൻഡ് ഡ്രൈവ്, സ്വീപ്പ് ഷോട്ട്. അപ്പൊ നമ്മൾ അതിനകത്താണ് ഇരിക്കുന്നത്. അപ്പൊ ഈ സീം വന്ന് നിങ്ങൾ ഇങ്ങോട്ട് മാറുകയാണെങ്കിൽ പന്ത് എങ്ങോട്ട് പോകും? ഈ സീം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ബോൾ പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇൻ സ്വിംഗ്. ഈ ബോൾ പിച്ച് ചെയ്ത് എങ്ങനെ പോകും? ഔട്ട് സ്വിംഗ്. ഇതേ പ്രിൻസിപ്പിൾ ആണ് ഒരു ഓഫ് സ്പിന്നർ ബോൾ ചെയ്യുക. ബോൾ എങ്ങനെയാണ്? സീം എങ്ങോട്ടിരിക്കണം? ഇപ്പൊ ബോൾ ഇങ്ങനെ പിച്ച് ചെയ്ത് പോകുമ്പോ എങ്ങോട്ട് പോകും? ഓഫ് ചെയ്യുന്ന ലെഗിലോട്ട് പോകും. അതേസമയം ലെഗ് സ്പിന്നർ ആണെങ്കിലോ? ഇതിന് വേറൊരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. നിങ്ങൾ ഇത് വളരെ ശ്രദ്ധിക്കണം. അതായത് ഒരു സ്പിന്നർ ബോൾ ചെയ്യുമ്പോൾ പന്ത് വന്ന് ഇറങ്ങും അല്ലേ? റൊട്ടേറ്റ് ചെയ്യും, സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും. സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഒരു ഓഫ് സ്പിന്നർ എഴുതുകയാണെങ്കിലും ഒരു ലെഗ് സ്പിന്നർ എഴുതുകയാണെങ്കിലും. അത് ഞാൻ പറയുന്ന സ്പിന്നേഴ്സിന്റെ കാര്യം കേട്ടോ. ഒരു ഓഫ് സ്പിന്നർ ബോൾ ചെയ്യുമ്പോൾ പാം ഏത് പൊസിഷനിലായിരിക്കണം? പാം നിങ്ങളുടെ ലെഗ് സൈഡ്. നിങ്ങളുടെ ഇത് ലെഗ് സൈഡ് ആണോ? പിന്നെ ഉറപ്പാണോ? പക്ഷെ ബോളർ ബോൾ ചെയ്യുമ്പോൾ ഏത് സൈഡാണ്? ഇത് എന്റെ ഏത് സൈഡാണ്? എല്ലാരും നോക്കണം കേട്ടോ. ഓക്കെ, ശരി, മാർക്ക് ചെയ്യും. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഇതല്ലേ ഇതെന്തിനാ മാർക്ക് ചെയ്തത്? റണ്ണാ ഇതിനെ പൊക്കിപ്പോയത്. ശരി, ഓക്കെ, ഈ 5 സ്റ്റെപ്പ് ഇത് കറക്റ്റ് ചെയ്യണമെങ്കിൽ വളരെ ഫുള്ളായിട്ട് അറിയണം കേട്ടോ. ഈ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റണ്ണപ്പ് എടുക്കും. എവിടെ നിന്ന്? നിങ്ങൾ കറക്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ബോളിംഗ് വിക്കറ്റ് ഇല്ലേ, അവിടെ നിന്ന് റണ്ണപ്പ് എടുക്കും. ഓൻ അങ്ങോട്ട് ഓടി പോയിട്ട് ബോൾ ചെയ്ത് ഫുൾ ഔട്ട് കേട്ടോ. ആദ്യം മാർക്ക് ചെയ്ത് എത്ര സ്റ്റെപ്പാണ്? എത്ര പോയി നോക്കി? എത്ര പോയി? കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഇതാണ് ബേസിക്, റണ്ണപ്പിന്റെ ബേസിക്. ഉണ്ടോ? ലാൻഡിങ് നോക്കിയേ. മാർക്ക് ചെയ്യണ്ട, ആദ്യം കറക്റ്റ് ചെയ്യണ്ട. മാർക്ക് എത്ര സ്റ്റെപ്പ് എടുക്കും? 5 ആണോ 10 ആണോ? ബാക്കി പോണ കയ്യിൽ നോക്കി ദേവനാരായണ. ദേവനാരായണ ഇതേപോലെ അതെ, പയ്യെ ചെയ്താൽ കറക്കെ പോണ കയ്യിൽ നോക്ക്. കറക്കെ പോണ കയ്യിൽ നോക്ക്. ആ കയ്യിൽ നോക്ക്, ബാക്കി പോണ കയ്യിൽ നോക്ക്. ആദ്യം അങ്ങനെ അങ്ങനെ അപ്പുറത്തെ കാല് മുട്ട് മടക്കാതെയാണ് ചെയ്യേണ്ടത് കേട്ടോ. മുട്ട് മടക്കാതെയാണ് ചെയ്യേണ്ടത് കണ്ടോ. അത് വളരെ സ്ലോ ആയിട്ട് ചെയ്യണം. അല്ല ചുമ്മാ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബെനിഫിറ്റ് കിട്ടുള്ളൂ അല്ലേ. ഈ സ്ട്രെച്ച് ചെയ്യണം. ഈ ഹാം സ്ട്രിങ് ആണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യണം അല്ലേ. ഇവിടത്തെ അത് സ്ലോ ആയിട്ട് ചെയ്യണം. ഇതുവരെ ക്ലിയർ ആണ്. അടുത്തത് ഞാൻ എന്താണ് ബോൾ ചെയ്തത് നിങ്ങൾ ബോൾ ചെയ്ത്
ഒരു മൊമെന്റ്, അതായത് ഇത് പെട്ടെന്ന് നിർത്താൻ പറ്റും ഒരു കാര്യം, ഇഞ്ചുറി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഓടി ചെയ്തു. വരുമ്പോഴും നിങ്ങൾ ആരെയാണ് നോക്കുന്നത്? ബാറ്റ്സ്മാൻ. എന്തുകൊണ്ടാണ് ബാറ്റ്സ്മാൻ നോക്കുന്നത്? ബാറ്റ്സ്മാൻ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോ catch ചെയ്യും. അപ്പൊ ഞാൻ ഫോളോ ത്രൂ ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ എന്താവും? ഒന്നും കൂടെ പറഞ്ഞ ആദ്യം തൊട്ട് മാർക്ക് ചെയ്തു. എയിം ചെയ്യണം. യെസ് യെസ്. then gathering ഒന്നുമില്ലല്ലോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു? റണ്ണപ്പ് സ്റ്റാർട്ട് ചെയ്തു. റണ്ണപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോ എന്റെ കൈ എവിടെ വരണം? ക്ലോസ് ടു മൈ ബോഡി അല്ലേ? Then അടുത്തത് ഗ്യാദർ എവിടെ വരണം? ക്ലോസ് ടു യുവർ ബോഡി. പിന്നെ അടുത്തത് നോൺ ബോളിംഗ് ആം അല്ലേ? നോൺ ബോളിംഗ് ആമിൽ കൂടെ എന്റെ ഹെഡ് സ്റ്റഡി ആയിരിക്കണം നോക്കേണ്ടത്. പിന്നെ അടുത്തത് ബോൾ ചെയ്യും അല്ലേ? ബോൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ബോൾ വെക്കും. അപ്പോഴും ഞാൻ എവിടെയാണ് നോക്കേണ്ടത്? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? പറയൂ, ഡൗട്ട് എന്തെങ്കിലും? ക്ലിയർ ആണല്ലോ? ഇത് ചെയ്യാം. റെഡി? രണ്ട് ഗ്രൂപ്പായിട്ട് എത്ര സ്റ്റെപ്പായി? കറക്റ്റ് അല്ലേ? ആണോ? ഇപ്പൊ ഇത് എത്ര സ്റ്റെപ്പ് എടുത്തു? നേരത്തെ എത്ര എടുത്ത്? അതെന്താ 5 കണക്ക്? കൂടെ ചെയ്തപ്പോ 11 അല്ലേ? തെറ്റിക്കോ? കൈ സ്വിംഗ്. യെസ് വെരി ഗുഡ്. വാ, ഇപ്പോഴും എങ്ങോട്ട് പോയത്? നോട്ട് ബോളിംഗ് ആണെങ്കിൽ ശരിയായിരിക്കും. ഇവിടെ നോക്ക്. സ്റ്റമ്പല്ല, കോൺ. സ്റ്റാർട്ട്. കൈ സ്വിംഗ് ചെയ്യുക. റൺ അപ്പ്. വെരി ഗുഡ്. കൈ എന്തിനാ മടക്കിയത്? എൽബോ കൂടെ വാ. കൈ മടക്കരുത് കേട്ടോ. നേരത്തെ സ്പീഡ് വേണ്ട.